വർഷം 2025 ആയിട്ടും ദളിതരോട് അധികാരവർഗത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലേ എന്ന് സംശയമുണ്ടാക്കുന്നതാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നെടുമങ്ങാട് സ്വദേശിയായ ബിന്ദു എന്ന ദളിത് യുവതി നേരിട്ട ഹീനമായ പീഡനം. ഏപ്രിൽ 23-ന് നടന്ന ആ കുറ്റകൃത്യം ചർച്ചയാകുന്നത് ഒരു മാസത്തിനിപ്പുറമാണ് എന്നതുപോലും സമൂഹം എന്ന നിലയിൽ നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. വർണ്ണബെറിയിൽ കുറഞ്ഞൊന്നുമല്ല പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. മോഷണ കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതി നേരിട്ടത് 20 മണിക്കൂർ നീണ്ട ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് ഞങ്ങളുടെ പ്രതിനിധി മീര മനോഹറിനോട് വിവരിക്കുമ്പോൾ ഇത്ര ദിവസത്തിനിപ്പുറവും ബിന്ദുവിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പോലീസ് നടപടിക്കെതിരെ കഴിയാവുന്നിടത്തെല്ലാം പരാതി നൽകിയിട്ടും ബിന്ദുവിന് നീതി കിട്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? RDX റാപ്പ് 59 സെക്കൻഡിൽ കാണാം. മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതി നേരിട്ടത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ്. സ്റ്റേഷനിൽ നേരിട്ടതെല്ലാം വിവരിക്കുമ്പോൾ ഇപ്പോഴും നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ കണ്ണു നിറയും. ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞെങ്കിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചത് ചീത്തവിളിയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത വിവരം കുടുംബത്തെ അറിയിക്കാൻ പോലും അനുവദിച്ചില്ല. പിന്നാലെ തൊണ്ടിമുതൽ തേടി മഫ്തി പോലീസ് പരാതിക്കാരിയുടെ കാറിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി മുഴുവൻ ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചു. ഒടുവിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മാല വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടി. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ മേലാൽ കണ്ടുപോകരുത് എന്ന താക്കീത് കൂടി നൽകി പോലീസ്. സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ വിവാദമായി. പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരും മനുഷ്യാവകാശ കമ്മീഷനുമെല്ലാം ഇടപെട്ടു. പ്രാഥമികാന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതോടെ പേരൂർക്കട SI പ്രസാദിന് സസ്പെൻഷൻ കിട്ടി. RDX റാപ്പ് ന്യൂസ് മലയാളം. മോഷണക്കുറ്റം ചുമത്തി സ്റ്റേഷനിലെത്തിച്ച് 20 മണിക്കൂർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് ബിന്ദു ഞങ്ങളോട് പറഞ്ഞു. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ നിന്നെടുത്ത് കുടിക്കാൻ പോലീസുകാരൻ പറഞ്ഞെന്നും ബിന്ദു ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. പ്രശ്നം എന്ന് പറയുന്ന ഒരു പോലീസുകാരാണ്. അയാളാണ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ഈ 3 പേരും ഭയങ്കരമായിട്ട് വേദനിച്ചു. ഈ പ്രശ്നം എന്ന് പറയുന്ന ഈ പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യത്തിലേക്ക് എത്തിച്ച ഈ സാറ് വെളുപ്പിന് 3:30 മണിയായി. എനിക്ക് അന്നത്തെ ഭക്ഷണവും വെള്ളവും ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് കബഡിയിൽ നിന്ന് വീട്ടിൽ കഴിച്ചതാണ്. വെള്ളവും ഭക്ഷണവും ഒന്നും അവർ എന്നോട് ചോദിച്ചിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല. അവർ വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി കോരിക്കുടി. എന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞ് ഇന്ന് 11:45 FIR ഇടും. മാല കൊടുത്തില്ലെങ്കിൽ എന്നെ രാവിലെ സ്റ്റേഷനിൽ ജയിലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതൊരു മാത്രമല്ല, എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. തങ്ങളെ അപമാനിച്ച കൂട്ടത്തിൽ ഇനിയും 2 പോലീസുകാർ കൂടിയുണ്ട് എന്ന് ബിന്ദു പറഞ്ഞു. അവർക്കെതിരെയും നടപടികൾ ഉണ്ടാകണമെന്നും ബിന്ദുവിൻ്റെ ഭർത്താവും ഞങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് എൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് വെളിയിറക്കിയ സമയത്ത് എനിക്കത് ഒരു സന്തോഷം പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മാനം പോയല്ലോ, ഇനിയിപ്പം എന്താ ചിന്തിക്കേണ്ടത്? ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നു. ഇതേപോലെ മോട്ടിച്ച് ജീവിക്കുന്ന കാര്യമില്ല നമുക്ക്. ഇറങ്ങി വരുന്ന സമയത്തൊന്ന് SI നമ്മളൊക്കെ പറഞ്ഞു, പോലീസുകാരെ നമ്മളെ പറഞ്ഞു പോയിട്ടുണ്ട് വീട്ടുകളിൽ പോയിട്ടുണ്ട്. ഇനി നാളെ 11 മണിക്ക് കോടതി കൊണ്ടുപോകുമ്പോൾ കണ്ടാൽ എന്നാണ് പറഞ്ഞത്. ഇല്ലല്ല, അനുവദിച്ചില്ല. ഞങ്ങൾ കൊടുത്ത ഭക്ഷണം പോലും കൊടുത്തില്ലല്ലോ അവർ. പിന്നെ അങ്ങനെ കാണാൻ അനുവദിക്കുന്നു? ആഹാരമല്ലേ മെയിനായിട്ട് കൊടുക്കും. നമുക്ക് ഈ നടന്ന സംഭവങ്ങൾ ഒന്നുകൂടെ വിശദമായിട്ട് പരിശോധിക്കാം. 20 മണിക്കൂർ പീഡനത്തിനാണ് ബിന്ദു ഇരയായത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാനസിക ശാരീരിക പീഡനത്തിന് ദളിത് യുവതി ബിന്ദു ഇരയായത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ്. ബിന്ദു ജോലി ചെയ്ത അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് 2.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന ആരോപണമാണ് അവർക്ക് നേരെ പോലീസ് ഉയർത്തിയത്. ജോലി കഴിഞ്ഞ് മടങ്ങവേ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് വേണ്ടിയുള്ള വിളിയെത്തി. അവർക്ക് ഫോൺ വന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ ബിന്ദു മാല എടുത്തിട്ടില്ല എന്ന് പലതവണ പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞു. വനിതാ പോലീസ് പക്ഷേ വിവസ്ത്രയാക്കിയിട്ട് ദേഹപരിശോധന നടത്തി. അപ്പോൾ തന്നെ ബിന്ദുവിനെ 20 മണിക്കൂർ മാറി മാറി പോലീസ് ചോദ്യം ചെയ്തു, മാനസികമായിട്ട് പീഡിപ്പിച്ചു. 20 മണിക്കൂർ, ഓർക്കണം, 20 മണിക്കൂർ. മഫ്തി പോലീസ് പരാതിക്കാരിയുടെ കാറിൽ രാത്രി 8:30 ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തി. ഈ പരാതിക്കാരിയെയും കൊണ്ട് മഫ്തി അങ്ങോട്ട് വന്നു. പോലീസ് ബിന്ദുവിനെയും കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ടും വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല. വീട് മുഴുവൻ പോലീസ് പരിശോധിച്ചു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അപ്പോൾ തന്നെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു എന്ന് ബിന്ദു ഞങ്ങളോട് പറഞ്ഞു. കാറിൽ കയറിയത് മുതൽ സ്റ്റേഷനിലെത്തുന്നവരെ ചീത്ത വിളിക്കുകയായിരുന്നു എന്നാണ് ബിന്ദു പറഞ്ഞത്. വീട്ടിലേക്ക് വിളിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും അവരെ അതിനും അനുവദിച്ചില്ല. ആരെങ്കിലും വിളിച്ച് ബന്ധപ്പെടാനും അനുവദിച്ചില്ല. പുലർച്ചെ 3:30 വരെ വെള്ളമോ ഭക്ഷണമോ നൽകിയില്ല, ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നതാണ്.
വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിൽ നിന്ന് കുടിക്കാനാണ് പോലീസുകാർ പറഞ്ഞത് എന്ന് അവർ പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്തെ വിഷമം തോന്നും. മക്കളെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് ബിന്ദു പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. രാവിലെ 7 മണിക്ക് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തി. പരാതിക്കാരി സ്വർണം പോയി എന്ന് പറയുന്നയാൾ മാല വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടിയെന്ന് അവർ പോലീസിനോട് പറഞ്ഞു. മാല അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്പലമുക്കിലോ കവടിയാറിലോ മേലാൽ കണ്ടുപോകരുത് എന്ന് ബിന്ദുവിനോട് SI പ്രസാദ് പറഞ്ഞു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷം ഇതായിരുന്നു പ്രതികരണം. നാട് വിട്ടു പോകണമെന്നും ഭീഷണിപ്പെടുത്തി ഫോൺ തിരികെ നൽകിയത് പലതവണ ചോദിച്ചപ്പോഴാണ് എന്ന് ബിന്ദുവും ഭർത്താവും ഇപ്പോൾ പറയുന്നു. FIR റദ്ദാക്കാത്ത പോലീസ് നടപടിക്കെതിരെ ഈ മാസം 3-ന് ബിന്ദു പരാതി നൽകി പോലീസിന്. മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി വർഗ വകുപ്പിനും അവർ പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൈപ്പറ്റിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി തന്നെയായിരുന്നു. നേരിട്ടായി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എന്നാണ് ബിന്ദു പറയുന്നത്. P. ശശി പരാതി തുറന്നുപോലും നോക്കിയില്ല എന്നാണ് ബിന്ദു പറയുന്നത്. P. ശശി പക്ഷേ ആരോപണം തള്ളുകയാണ്. പരാതി ലഭിച്ച ഉടൻ പരിശോധിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയെന്നാണ് P. ശശി മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞത്. അപ്പോൾ തന്നെ വേണ്ട നടപടിയെടുത്തിരുന്നു എന്ന് ACPയോട് അടിയന്തര റിപ്പോർട്ട് നേടി കമ്മീഷണർ ബിന്ദുവിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്. പിന്നീട് പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമികമായ വിലയിരുത്തലുണ്ടായി. ജില്ലയ്ക്ക് പുറത്തുള്ള DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന നിലപാടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് പറഞ്ഞത്. ഇര സ്റ്റേഷനിലുണ്ടായിരുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. മോശമായി പെരുമാറിയ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര വകുപ്പ്. അത് ഇന്നാണ് ഉണ്ടായത്. ഇത്രയും സംഭവങ്ങൾക്ക് ശേഷം GD ചാർജിലുണ്ടായിരുന്ന പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്ര വലിയ ബഹളം ഉണ്ടാവുകയും മാധ്യമങ്ങളുടെ വാർത്ത വരികയും ചെയ്തപ്പോൾ മറ്റ് പോലീസുകാർക്കും പരാതി നൽകിയവർക്കുമെതിരെ നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെടുന്നു. ശരിയാം വിധം ആവശ്യപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് പ്രസന്നൻ എന്ന പോലീസുകാരനാണ് എന്ന് ബിന്ദു പേരെടുത്തു തന്നെയും പറയുന്നുണ്ട്. രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം ഇന്ന് വന്നു. ക്രൂരത കാട്ടിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷം പോലീസ് എങ്ങനെയായിരുന്നു എന്നതിന് ഉദാഹരണമാണിതെന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു. നീതി ലഭിക്കുമെന്നാണ് CPIM നിലപാട് പറഞ്ഞത്. തെറ്റായ പ്രവണത ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും വെച്ചുപൊറിപ്പിക്കില്ല എന്ന് MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞു. ഇതൊരു വലിയ വിഷയമായി ഹർഷൻ. നമ്മുടെ മാധ്യമങ്ങളടക്കമുള്ള ആളുകളുടെ ഇടപെടലും നിലപാടും ഒക്കെ അക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴും ഇത്രയും ഈ കാലത്ത് പോലും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകേണ്ടി വരുന്നു. എത്രക്ക് സങ്കടകരമായ അവസ്ഥയിലൂടെയായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് താൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ്റെ അന്തസ്സ് എന്നതിനെ ഒട്ടും പരിഗണിക്കാതെ പോലീസുകാരിങ്ങനെ അവരെ അങ്ങേയറ്റം അപമാനിച്ചു. അവരിപ്പോൾ പോലും ഇത്ര ദിവസത്തിന് ശേഷം പോലും അവർ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്ത്രീയെ ഈ മട്ടിൽ അപമാനിക്കാനുണ്ടായ കാരണം എന്നുള്ളതിൽ നിന്ന് തന്നെ വേണമല്ലോ നമ്മൾ ആലോചിക്കാൻ. അതിനകത്തൊരു സംശയവും വേണ്ട. അവരുടെ ജാതി, അവരുടെ നിറം, അവരുടെ സാമൂഹികാവസ്ഥ, വർഗപരമായി അവരവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇയാൾ എൻ്റെ ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു മാല മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ട് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ ആ ആളോട് പെരുമാറുന്ന രീതിയിലാണോ ഈ പെരുമാറിയിട്ടുള്ളത്? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒരു സംശയവുമില്ലാതെ പോലീസ് ഇവരാണിത് എടുത്തത് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ മട്ടിലുള്ള പെരുമാറ്റമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. അത് ഒരു തരത്തിലും കേരളത്തെ പോലെ ഇത്രയും അതായത് ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ആധുനികമായ ഒരു ജീവിതം നയിക്കുന്നു, ആധുനികമായ ഒരു ചിന്ത നയിക്കുന്നു എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരു തരത്തിലും ചേർന്നതല്ല എന്നുള്ളതാണ്. അതിൽ പോലീസിന് എത്ര ധാർഷ്ട്യത്തോടെ, അതായത് തലസ്ഥാന നഗരിയിലാണ്, അതായത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ചുവട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് മുമ്പും പലതും സംഭവിച്ചിട്ടുണ്ട്. ഉരുട്ടിക്കൊലയടക്കം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മുടെ ഭരണകൂടങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പരിസരത്തിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് പോലീസിനെ കാണുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അവർ ഈ മട്ടിലാണോ പോലീസിനെ കൈകാര്യം ചെയ്യേണ്ടത്? അവർ ഈ മട്ടിലാണോ പോലീസിനെ കാണേണ്ടത്? ഇപ്പോഴും നമ്മുടെ ചർച്ച എപ്പോഴും എന്താണ്, ഈ ആത്മവീര്യത്തിൽ ചെന്നാണ് നിൽക്കുന്നത്. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ പോലീസിനെ ഒരു പരിധിക്കപ്പുറത്ത് കൈകാര്യം ചെയ്യാൻ ഒരു തരത്തിലും ഭരണകൂടം തയ്യാറാവില്ല. ഇത്തരം എന്ത് വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാലും പോലീസിനെ സംരക്ഷിക്കുന്ന സമീപനമാണ്. എത്രയധികം പോലീസിനെതിരെ ആരോപണം ഉയർന്നാലും ആ ആരോപണത്തെ എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പുരട്ടി അപ്പുറത്ത് കടത്തുക എന്നുള്ളതിനപ്പുറത്ത് നേരിട്ട് പോലീസിനെ ഈ പോലീസ് എന്നുള്ളത് ഇപ്പോൾ ഈ എന്താണ് ഏംഗൽസും മാർക്സും ഒക്കെ പറയുന്ന നിലയ്ക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏംഗൽസ് പറയുന്ന മട്ടിലാണെങ്കിൽ ഇത് ഈ മുതലാളിത്തത്തിൻ്റെയും
ഒക്കെ എന്താണ് സ്വത്ത് അധീശവർഗത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആധിപത്യവും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംവിധാനമാണെന്നാണല്ലോ ഏംഗൽസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യയശാസ്ത്ര പരിസരത്ത് നിന്നുകൊണ്ട് ഈ സർക്കാർ ചിന്തിക്കണം, കുറഞ്ഞ പക്ഷം ഈ വർഗപരമായി എങ്ങനെയാണ് ആളുകളെ ഈ മട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ സർക്കാരിന് ഇതിനെ വർഗപരമായി കൈകാര്യം ചെയ്യുന്നു എന്ന് വിലയിരുത്തുന്നതിനൊപ്പം തന്നെ നേരത്തെ വേടനൊക്കെ പറയുന്നത് പോലെയുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. അതായത് ഇവിടെ ജാതീയമായി ഈ നിലയ്ക്ക് തന്നെയാണ് ആളുകളെ പരിഗണിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ് വേടനെതിരെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കാനില്ല. മറ്റേ മധു ഉണ്ടല്ലോ, NR മധു പറഞ്ഞ മട്ടിലുള്ള ഒരു സാഹചര്യമല്ല, സാമൂഹ്യ സാഹചര്യമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, കേരളത്തിലും നിലനിൽക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു സംഭവമാണിത്. ഇതിനകത്ത് മറ്റൊന്നുമില്ല, കർശനമായ നടപടി ഉണ്ടാവണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ. 2 ഉദ്യോഗസ്ഥരുടെ പേര് കൂടി ആ ബിന്ദു പറയുന്നുണ്ട്. ആ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവണം. സസ്പെൻഷൻ എന്നുള്ളത് കടുത്ത നടപടി തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ സസ്പെൻഷൻ കാലത്തും പോയി ശമ്പളം മേടിച്ച് തിരിച്ചു വന്ന് സ്വസ്ഥമായി ജോലി തുടരുന്ന നിലയിലേക്ക് ആ കേസിനെ കൊണ്ടുപോകരുത്. സർക്കാർ ആ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണം. മറ്റ് 2 പേർക്കെതിരെ നടപടി വേണം. അതിനകത്ത് സനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഭർത്താവ് പറയുന്നുണ്ട്, ബിന്ദുവിൻ്റെ ഭർത്താവ് ഭക്ഷണവുമായി രാത്രി ചെന്നതാണ് അവിടെ. ആ ഭക്ഷണം ഒന്ന് അവർക്ക് കൊടുക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല ഈ ഉദ്യോഗസ്ഥർ. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്? അതായത് ഇവർ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ല. ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ നഷ്ടമായി എന്ന് പറഞ്ഞ ആളുകളുടെ വീട്ടിൽ തന്നെ ഒരു പരിശോധന നടത്തിയിട്ട് ഇവരെ ഇത്രയും ക്രൂരമായി കൈകാര്യം ചെയ്യാമല്ലോ. പിന്നെ ഇത് ഒരു തരത്തിലും നിൽക്കുന്നതല്ല. കാരണം എല്ലാ ചട്ടങ്ങളുടെയും ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 20 മണിക്കൂർ ഇവിടെ അനധികൃത, അതായത് ഒരു തരത്തിലും എന്തിന് കസ്റ്റഡിയിലെടുത്തു, എങ്ങനെ കസ്റ്റഡിയിലെടുത്തു, ഇതിൻ്റെ മെമ്മോ കൊടുക്കാതെ ഇവരെ കയ്യിൽ വയ്ക്കുന്നു, ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നു. അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഒരു തരത്തിലും പോലീസിന് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത്. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള നടപടികളും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായി ഉണ്ടാവണം. നിശ്ചയമായിട്ട് പോലീസുകാർക്കെതിരെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി വേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും അതോടൊപ്പം ചേർത്ത് നമ്മൾ കാണേണ്ടതാണ്, അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അവർക്ക് നിരന്തരമായിട്ട് അറിയാവുന്ന ഒരു ആൾക്കെതിരെ കൃത്യമായിട്ട് പിറ്റേ ദിവസം ഒന്ന് വീട്ടിൽ പരിശോധിച്ചാൽ ആ സ്വർണ്ണമാല കിട്ടുമായിരിക്കെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇന്ന ആളായിരിക്കണം എടുത്തത് എന്ന് പറഞ്ഞ ആ വീട്ടുകാരെ കൂടെ നാട്ടുകാർ സ്വാഭാവികമായിട്ടും ഈ വിമർശത്തിൻ്റെ മുന്നയിൽ നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേടൻ്റെ കാര്യം ഹർഷൻ പറഞ്ഞല്ലോ, അതായത് വേടൻ്റെ പാട്ട് അനാവശ്യമായിട്ട് ജാതി തീവ്രവാദം ഉണ്ടാക്കുന്നു എന്നാണ് RSSകാർ പറയുന്നത്. RSS പ്രവർത്തകരാണ് കൂടുതലായിട്ടും. RSSൻ്റെയും BJPയുടെയും മുഴുവൻ പ്രവർത്തകരും വേടനെ തള്ളിക്കളയുന്ന ആളൊന്നുമല്ല. പക്ഷേ വേടൻ പറയുന്നത് ജാതി തീവ്രവാദം വളർത്തുകയാണ് എന്നാണ്. എന്താണിപ്പോൾ തെളിവ് മുന്നിലേക്ക് വന്നിരിക്കുകയല്ലേ? അതായത് ഇതിപ്പോൾ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു സാഹചര്യത്തിലുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഈ നിലക്കുള്ള ട്രീറ്റ്മെൻറ്റിന് പോലീസുകാർ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് കാണണം സർക്കാർ. എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ബിന്ദുവിനും ഭർത്താവിനും അവരുടെ കുട്ടികൾക്ക് 2 കുട്ടികളാണ്, 10ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന 2 കുട്ടികളാണ് അവർക്കുള്ളത്. എന്തൊരു അപമാനമായിരിക്കും. അതായത് ഓരോ മനുഷ്യനും അവരെന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിലും, എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലും, എന്ത് ജാതി സാഹചര്യത്തിലും, എന്ത് തൊഴിൽ സാഹചര്യത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ആത്മാഭിമാനം എന്നൊരു സംഗതിയുണ്ട്. അതെല്ലാവർക്കും ഒരേ തരത്തിലുള്ളതാണ്. അന്തസ് എന്നൊരു സംഗതിയുണ്ട്. ആ മനുഷ്യാന്തസ്സിനെ ചവിട്ടി മെതിക്കുക എന്ന കാര്യത്തിലേക്ക് കടന്ന ആളുകൾക്കെതിരെ ലീഗലി പോവുകയും വേണം. അവർക്ക് നഷ്ടപരിഹാരം പണമായി തന്നെയും വലിയ തോതിൽ വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അതിന് ഈ സർക്കാർ സംവിധാനങ്ങളാണ് അവരോടൊപ്പം നിൽക്കേണ്ടത്. പൊതുസമൂഹമാണ് ആകപ്പാടെ നിൽക്കേണ്ടത്. പോലീസുകാർക്കെതിരെ അതികർക്കശമായിട്ടുള്ള നടപടി വേണം. അവർ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയായിരിക്കും പോയിരിക്കുക എന്നാണ് ഞാനിങ്ങനെ ഈ വാർത്ത കണ്ടപ്പോൾ മുതൽ തന്നെ ആലോചിക്കുന്നത്. എന്തുമാത്രം സങ്കടകരമായൊരു കാര്യമായിരിക്കും അത്. അതായത് അവരുടെ കുട്ടികൾക്ക് ഉണ്ട്, അവരാകെ ഇങ്ങനെ മുദ്രകുത്തപ്പെടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ വിഷമത്തിൽ നിന്നുണ്ടാകുന്ന ഒരു എങ്ങനെയെങ്കിലും നീതി നേടണമെന്നുള്ള കാര്യമായിട്ടാണല്ലോ അവർ പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പോകുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അതിന് അതിഗൗരവത്തോടുകൂടി, ആ നിമിഷം അതിഗൗരവത്തോടുകൂടി, അതായത് ആ തോന്നുകയും വേണം. അവിടെ ചെന്ന് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഞാൻ എത്തിയിരിക്കുന്നു, അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു സത്യമുണ്ട്, ആ സത്യമായിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ആ പൗരയ്ക്ക് തോന്നണം ഞാൻ വേണ്ട വിധം ട്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, എനിക്കെൻ്റെ അന്തസ്സ് ആത്മാഭിമാനം തിരിച്ചു കിട്ടും എന്ന്. അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടെന്നാണ് അവർ പറയുന്നത്. അക്കാര്യത്തിലും നിശ്ചയമായിട്ടും നടപടികൾ വേണം. ഏതായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് പ്രായശ്ചിത്തം എന്നത് അവർക്ക് ഏറ്റവും കൂടിയ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുക, ഈ കുറ്റവാളികളായുള്ള ആളുകൾക്കെതിരെ അതിശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ഒരു അധികാര സ്ഥാനത്തിന് മുന്നിൽ
വന്നു നിൽക്കുന്ന പൗരന്റെ സാമൂഹിക പദവി നോക്കിയാണ് ഉദ്യോഗസ്ഥർ ആ വന്നു നിൽക്കുന്നയാളെ പരിഗണിക്കുന്നതെങ്കിൽ അവരുടെ തൊലിനിറവും വസ്ത്രവും ശാരീരിക നിലയും നോക്കിയാണ് അവർക്ക് നൽകേണ്ട നീതിയെയും പരിഗണനയും തൂക്കി നോക്കുന്നതെങ്കിൽ ആ സംവിധാനം പരാജയപ്പെട്ടതാണ്. അത് അനീതി നിറഞ്ഞ ഒരു മർദ്ദക യന്ത്രമാണ്. അത് തകർന്നുടഞ്ഞ് തരിപ്പണമായി പോകേണ്ടതാണ്. ബിന്ദുവിനെതിരെ ഇത്രയും ഹീനമായി പെരുമാറാൻ പേരൂർക്കട സ്റ്റേഷനിലെ പോലീസുകാരെ പ്രേരിപ്പിച്ചത് 100% ജാതി ചിന്തയാണ് എന്നതിൽ RDXന് സംശയമൊന്നുമില്ല. ഈ വന്നു നിൽക്കുന്നവൾ മാല മോഷ്ടിച്ചിട്ടുണ്ടാകുമെന്ന് ബിന്ദുവിനെ കണ്ടപാടെ തീരുമാനിക്കുന്നതിൻ്റെ, അവരെ തെരുവിളിക്കാൻ തോന്നിപ്പിക്കുന്നതിൻ്റെ, ദാഹിച്ച് വെള്ളം ചോദിക്കുമ്പോൾ ശുചിമുറി ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ, ഒടുവിൽ നിരപരാധിയെന്ന് തെളിഞ്ഞപ്പോൾ പോലും വിരട്ടി ഓദിക്കുന്നതിൻ്റെ, എടുത്ത കേസ് റദ്ദാക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്തതിൻ്റെ പേരാണ് ജാതി. മാനവ മൂല്യങ്ങൾ നശിപ്പിക്കുന്ന സാമൂഹിക രോഗമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ജന്മവും നിറവും നോക്കി പൗരന്മാർക്ക് വിലയിടുന്ന പോലീസിംഗ് നമ്മുടെ സംവിധാനത്തിൽ ഇനിയും ശേഷിക്കുന്നു എന്നത് സർക്കാർ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് RDX ആവശ്യപ്പെടുന്നു. സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്നും ചെയ്ത ക്രൂരകൃത്യത്തിന് ചേരുന്ന നടപടികൾ പിറകെ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒപ്പം നീതിക്കായുള്ള ഈ പോരാട്ടത്തിൽ ബിന്ദുവിന് ഉപാധികളില്ലാത്ത പിന്തുണയും ഞങ്ങൾ ഉറപ്പു പറയുന്നു. അടുത്ത വിഷയത്തിലേക്ക്.